ഒരു തെറ്റായ സാമ്പത്തിക നയം, അതിലൂടെ രാജ്യത്ത് അധോലോകം വളർത്തിയ ഒരു ഭരണകൂടം. അതിന് ഉത്തരവാദിയായത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1968 ഗോൾഡ് കൺട്രോൾ ആക്ട്. ഈ ആക്ട് പരിശോധിക്കുമ്പോൾ ഉരുത്തിരിയുന്നത് ഞെട്ടിക്കുന്ന കഥകൾ. സ്വർണത്തോടുള്ള നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കമ്പം അത് ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല, അല്ലേ? അതിലൂടെ വിദേശ നാണ്യശേഖരം പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് സുപ്രധാനമായ ഒരു സാമ്പത്തിക നയം സ്വീകരിക്കാൻ ഇന്ദിരാഗാന്ധി പ്രേരിതയായത്. എന്നാൽ അതിലൂടെ അവർ പോലും അറിയാതെ വളർന്നത് കള്ളക്കടത്തുകാരനായ ദാവൂദ് ഇബ്രാഹിമും അധോലോകവും. അത് എങ്ങനെ എന്ന് ആധികാരികമായി ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി മുൻ സൈനികനായിരുന്ന ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ വിവരങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. ബോംബെയിലെ കള്ളക്കടത്തുകാരായ ദാവൂദിനെ വളർത്തിയത് ശ്രീമതി ഇന്ദിരാജിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ 1968 ഗോൾഡ് കൺട്രോൾ ആക്ടും ദാവൂദ് ഇബ്രാഹിമിന്റെ വളർച്ചയും ചരിത്രം പറയാത്ത കഥകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിൽ സ്വർണത്തോടുള്ള കമ്പം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എന്നാൽ ഒരു കാലത്ത് ഇവിടുത്തെ സാധാരണക്കാരുടെ ഈ സ്വർണ്ണപ്രേമം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പോലും ഉലച്ചിരുന്നു. ആളുകൾ വലിയ രീതിയിൽ സ്വർണം വാങ്ങിക്കൂട്ടിയതോടെ ഇന്ത്യയുടെ വിലപ്പെട്ട വിദേശ നാണ്യശേഖരം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അതിന് തടയിടാൻ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1968 നടപ്പിലാക്കിയ ഒരു നിയമമാണ് ഗോൾഡ് കൺട്രോൾ ഓർഡർ ആക്ട്. പക്ഷെ നല്ല ഉദ്ദേശത്തോടെ തന്നെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതാണ് ഈ നിയമം. ഒടുവിൽ അത് ചെന്നെത്തിയത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അധോലോക നായകന്റെ വളർച്ചയിലേക്കാണ്. എന്തായിരുന്നു ആ നിയമത്തിലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വ്യവസ്ഥകൾ? ആഭരണങ്ങൾ മാത്രം, സാധാരണക്കാർക്ക് സ്വർണ്ണക്കട്ടികളോ നാണയങ്ങളോ കൈവശം വെക്കാൻ അനുവാദമില്ലായിരുന്നു. ആഭരണങ്ങൾ മാത്രമേ കൈവശം വെക്കാവൂ. പരിധികൾ നിശ്ചയിച്ചു. വിവാഹിതയായ ഒരു സ്ത്രീക്ക് പരമാവധി 500 ഗ്രാം, അവിവാഹിതയായ ഒരു സ്ത്രീക്ക് 250 ഗ്രാം, പുരുഷന്മാർക്ക് വെറും 100 ഗ്രാം. ഇങ്ങനെയായിരുന്നു സ്വർണത്തിന്റെ പരിധി. അതിൽ കൂടുതലുള്ളത് സർക്കാരിനെ അറിയിക്കണം. തട്ടാന്മാരുടെ ദുരിതം, സ്വർണ്ണപ്പണിക്കാരുടെ കൈവശം പരമാവധി 100 ഗ്രാം സ്വർണ്ണമേ ഉണ്ടാകാൻ പാടുള്ളൂ. കൂടാതെ നിർബന്ധിത ലൈസൻസ് വേണം. ഗ്രാമങ്ങളിലെ പാവപ്പെട്ട തട്ടാന്മാർക്ക് അതിന്റെ ചുവപ്പ് നാടകൾ മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല. ഇന്നും പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാർക്കിടയിൽ കോൺഗ്രസ് പാർട്ടിയോട് വിയോജിപ്പുണ്ട് എന്നും ഭാസ്കരൻ നായർ അജയൻ പറയുന്നു. 14 കാരറ്റ് നിബന്ധന ഉണ്ടായിരുന്നു. 14 കാരറ്റ് കൂടുതൽ ശുദ്ധിയുള്ള ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ. ഉദ്യോഗസ്ഥ ഭരണം, അതായത് ഇൻസ്പെക്ടർ രാജ് എന്നൊരു വ്യവസ്ഥ. ബാങ്ക് ലോക്കറുകളിലും വീടുകളിലും ഒക്കെ റെയ്ഡ് നടത്താനും സ്വർണം പിടിച്ചെടുക്കാനും ഒക്കെ ഉദ്യോഗസ്ഥർക്ക് അധികാരം ലഭിച്ചു. അത് വലിയ രീതിയിൽ അഴിമതിക്കും കൈക്കൂലിക്കും വഴിവെച്ചു. ദാവൂദ് ഇബ്രാഹിമിന്റെ ഉദയം, അധോലോകം, അതെങ്ങനെയാണെന്നാണ് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ കടുത്ത നിയന്ത്രണങ്ങൾ രാജ്യത്ത് എന്തുണ്ടാക്കി? സ്വർണത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടാക്കി. അതോടെ ദുബായിൽ നിന്നും മറ്റും ഇന്ത്യയിലേക്ക് വൻതോത് സ്വർണം കള്ളക്കടത്ത് ചെയ്യാൻ തുടങ്ങി. ഈ സാഹചര്യം മുതലെടുത്താണ് ദാവൂദ് ഇബ്രാഹിമും തങ്ങളുടെ സംഘവും കള്ളക്കടത്ത് സാമ്രാജ്യം കെട്ടി ഉയർത്തുന്നത്. സ്വർണ്ണക്കടത്തിലൂടെ കോടികൾ സമ്പാദിച്ച ദാവൂദ് ആ പണം ബോളിവുഡ് സിനിമാ മേഖലയിലും രാഷ്ട്രീയക്കാരുടെ ഇടയിലും സ്വാധീനം ഉറപ്പിക്കാൻ ഉപയോഗിച്ചു. ഒരു തെറ്റായ സാമ്പത്തിക നയം അതെങ്ങനെയാണ് രാജ്യത്ത് അധോലോകം വളരാൻ കാരണമായത് എന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഇത്. ഒടുവിൽ പരാജയവും പിൻവലിക്കലും ഒക്കെ ഉണ്ടായി. ഈ നിയമം വലിയ പരാജയമാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് 1990 സർക്കാർ അത് പൂർണ്ണമായും റദ്ദാക്കി. നിയമം മാറിയതോടെ സ്വർണ്ണക്കള്ളക്കടത്ത് വലിയ രീതിയിൽ കുറഞ്ഞു. അതോടെ കള്ളക്കടത്തുകാർ മയക്കുമരുന്ന് കച്ചവടത്തിലേക്കും ഭീകരവാദത്തിലേക്കും തിരിഞ്ഞു. അത് പിന്നീട് അവരുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു എന്ന് ഭാസ്കരൻ നായർ അജയൻ കുറിക്കുന്നു. ഒരു വട്ടം ചോദിച്ചു നോക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവരുണ്ടാകാം, കാരണവന്മാരുണ്ടാകാം, അവരോട് ഈ പഴയ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കൂ. അടിയന്തരാവസ്ഥക്കാലത്തും അതിനുശേഷം സ്വർണ്ണം ഒളിപ്പിച്ചു വെക്കാൻ അവർ അനുഭവിച്ച ഭയത്തിന്റെ കഥകൾ നിങ്ങൾക്ക് കേൾക്കാം. ഇന്നത്തെ ഇന്ത്യ കാണുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യം എത്രയോ പ്രതിസന്ധികൾ താണ്ടിയാണ് എത്തിയത് എന്നും പഴയ തലമുറയിലെ വലിയൊരു വിഭാഗത്തിന് ഇപ്പോഴും കോൺഗ്രസ് ഭരണത്തോടും ഉദ്യോഗസ്ഥ ഭീഷണികളോടുമുള്ള അമർഷത്തിന്റെ കാരണവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെ വളരെ വിശദമായിട്ട് ഒരു നിയമം, ആ നിയമം എങ്ങനെ നമ്മുടെ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന രീതിയിൽ വന്നു, അധോലോക നായകന്മാർ എങ്ങനെ ഉണ്ടായി എന്ന് വളരെ വിശദമായി അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാസ്.